ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട് അവർ പുറത്ത് പോയിരിക്കാം, അല്ലെങ്കിൽ അവൻ പള്ളിയിൽ പോയിട്ടുണ്ടാകണം എന്നൊക്കെ. അതായത് ചില ഊഹങ്ങൾ കണ്ടിട്ട് അങ്ങനെ സംഭവിച്ചിരിക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും അതെങ്ങനെ പറയണം എന്നറിയാറില്ല. ഒരേ ഒരു വാക്ക് വെച്ചിട്ട് ഈ രീതിയിൽ വ്യത്യസ്ത കാര്യങ്ങൾ വ്യത്യസ്ത ശൈലികളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. അവൻ അവിടെ പോയിട്ടുണ്ടായിരിക്കണം, അതായത് അവിടുത്തെ ഒരു കാര്യം കണ്ടിട്ട്, അതായത് ഇപ്പോൾ ഒന്ന് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ സ്കൂട്ടറായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പോസിറ്റീവായിട്ട് അവൻ പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പം 90% പോയിട്ടുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മസ്റ്റ് ഹാവ് പ്ലസ് V3. അതായത് മസ്റ്റ് പറയുമ്പം ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, മസ്റ്റ് ഹാവ് പറയുമ്പോൾ ആയിരിക്കണം എന്നൊരു നിഗമനമാണ് നമുക്കവിടെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു കാര്യം മിക്കവാറും അത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കാം. അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പറയുമ്പം ഹി മസ്റ്റ് ഹാവ് ഗോയുടെ V3 ഗോൺ ദെയർ. ഹി മസ്റ്റ് ഹാവ് ഗോൺ ദെയർ. അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അവൾ പുറത്ത് പോയിരിക്കാം. അവൾ പുറത്ത് പോയിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. അവൾ പുറത്ത് പോയിട്ടുണ്ടായിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് സബ്ജക്റ്റ് വന്നാലും അത് ഇപ്പം നീ പഠിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല, നീ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിൻ്റെ ആൻസേഴ്സ് കേട്ടിട്ട് നീ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം യു മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് ചിലപ്പോൾ ഐ എന്ന ഞാനാവാം, യു എന്ന നീയാവാം, ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ദേ, അവർ, വി, ഞങ്ങൾ ഒക്കെ ആവാം. അതിനേത് സബ്ജക്റ്റ് അവിടെ വന്നാലും അവിടെ നമ്മൾ വെർബായിട്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ഹാവ് പ്ലസ് V3 ആണ്. അവിടെ നമ്മൾ ഓക്സിലറി വേർബായിട്ട് എടുക്കേണ്ടത് മസ്റ്റ് ഹാവ് പ്ലസ് V3. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ആണ് ഒരു പോസിറ്റീവ് നിഗമനം നമുക്ക്. ഇപ്പം മസ്റ്റിൻ്റെ കൂടെ ഹാവും അതുപോലെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് V3 ഇത് ഉപയോഗിച്ച് വരുമ്പോഴാണ് സാഹചര്യ തെളിവുകളിൽ ഊന്നിക്കൊണ്ട് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു യുക്തിപരമായ നിഗമനത്തെ കാണിക്കാനാണ് ഈ ഒരു മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു അവൻ പോയിട്ടുണ്ടായിരിക്കാം, ഹി മസ്റ്റ് ഹാവ് ഗോൺ. അവൾ പുറത്ത് പോയേക്കാം, ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്സൈഡ്. ഇങ്ങനെ നമ്മൾ അത് ഏതെങ്കിലും ഒരു കാരണം കണ്ടിട്ടായിരിക്കാം, എന്തെങ്കിലും ഒരു സംസാരമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടായിരിക്കാം നമ്മൾ അങ്ങനെ പറയുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനും മറക്കാതിരിക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മസ്റ്റ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും, ഇംഗ്ലീഷിൻ്റെ ABCD അറിയത്തില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ശൈലികൾ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയുകയാണ് അവൾക്കൊരു ജോലി ലഭിച്ചിരുന്നിരിക്കാം. അപ്പം അവൾക്ക് എന്ന് പറയുമ്പോൾ അവളെന്ന് പറയുമ്പോൾ ഷീ ആണല്ലോ, ഗോട്ട് എ ജോബാണല്ലോ ജോലി ലഭിക്കുക എന്ന് പറയുമ്പം ഗെറ്റ് ഗോട്ടാണ്, ഗോട്ട് എ ജോബ്. ഷീ മസ്റ്റ് ഹാവ് ഗോട്ട് എ ജോബ്. അവൾക്ക് ഒരു ജോലി ലഭിച്ചിരുന്നിരിക്കാം. മനസ്സിലായല്ലോ? ലഭിച്ചിരിക്കാം എന്നുള്ള ഊഹം ഉള്ളത് കൊണ്ടാണ് അവിടെ മസ്റ്റ് ഹാവ് വന്നത്. ഗെറ്റിൻ്റെ V3 ഗോട്ട്, മസ്റ്റ് ഹാവ് ഗോട്ട്. ആരോ മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പം എന്താണ് ആരോ എന്ന് പറയുമ്പം സംബടി, നമുക്കറിയില്ലല്ലോ ആരാന്ന്. ലോക്ക്ഡ് ദ റൂമാണ് മുറി പൂട്ടുക. സംബടി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. അപ്പം ഇതേ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ആരും മുറി പൂട്ടിയിട്ടില്ലായിരിക്കാം എന്നെങ്ങനെ പറയും? നോബഡി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. ആരും എന്നല്ലേ. അപ്പം ആരും മുറി പൂട്ടി ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പം നോബഡി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. അപ്പം സംബടി എന്ന് പറയുമ്പോൾ ആരോ ആയി, ആരും എന്ന് പറഞ്ഞപ്പോഴത്തേന് നോബഡിയിലേക്ക് മാറി അല്ലേ. അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിരിക്കാം.
അപ്പോൾ എന്താണ് എടുക്കുക എന്ന് പറയുമ്പോൾ ടേക്കാണ്. അതിൻ്റെ V3 ടേക്ക്, ടുക്ക്, ടേക്കൺ. ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ മൈ ബുക്സ്. ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ മൈ ബുക്സ്. അപ്പോൾ അവൾക്കൊരു ജോലി ലഭിച്ചിരുന്നിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഗോട്ട് എ ജോബ്. ആരോ മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കാം. someone must have locked the room. ആരും മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കില്ല. nobody must have locked the room. അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിരിക്കാം. she must have taken my books. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തെ കാരണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയുന്നതിനാണ് മസ്റ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മസ്റ്റ് ഹാവിനോടൊപ്പം എപ്പോഴും മനസ്സിലാക്കുക, ഹാവിനോടൊപ്പം എപ്പോഴും V3 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് സെൻസിലായിരിക്കും. അതായത് പോയിരിക്കാം, വന്നിരിക്കാം, പോയിട്ടുണ്ടായിരിക്കാം. ഇതിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ മസ്റ്റ് നോട്ട് ഹാവ് യൂസ് ചെയ്യാമെന്ന് മാത്രം ഓർക്കുക. അതായത് ഇപ്പോൾ അവൻ അവിടെ പോയിട്ടില്ലായിരിക്കാം. അപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം എന്ന് പറയുമ്പം ഹി മസ്റ്റ് ഹാവ് ഗോൺ ദേർ ആണ്. പോയിട്ടില്ലായിരിക്കാം എന്ന് പറയുമ്പം ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ ദേർ. അവൻ പോയിട്ടില്ലായിരിക്കാം. അപ്പം പോയിട്ടില്ലായിരിക്കണം എന്നാണെങ്കിൽ മസ്റ്റ് നോട്ട് ഹാവ്, മസ്റ്റ് ഹാവിൻ്റെ V3 ആയ മസ്റ്റ് ഹാവിൻ്റെ നെഗറ്റീവായ മസ്റ്റ് നോട്ട് ഹാവ് യൂസ് ചെയ്യാം. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംസാരങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ്സുകളുടെ ഈ ടിപ്സും ട്രിക്സും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അയാളുടെ കയ്യിൽ താക്കോലില്ല. അയാൾക്കത് നഷ്ടപ്പെട്ടിരിക്കാം. അയാളുടെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടാകണം. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടാകണം. തേർഡ് ക്വസ്റ്റ്യൻ, അവർ പള്ളിയിലേക്ക് പോയിട്ടില്ലായിരിക്കാം. അവർ പള്ളിയിലേക്ക് പോയിട്ടില്ലായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. അടുത്തത്, അവൻ കത്തുകൾ അയച്ചിട്ടുണ്ടായിരിക്കണം. അവൻ കത്തുകൾ അയച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമായിട്ടുണ്ടെന്നുള്ളത്. തീർച്ചയായും ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.